ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അങ്ങനെ ബിഗ് ബാങ് വീക്കിലെ ലക്ഷ്യയുദ്ധം എന്ന് പറയുന്ന ടാസ്കില് 3.5 ലക്ഷം നൂറയുടെ കയ്യിൽ ഭദ്രം. ടാസ്കിൽ ഓരോരുത്തരും ഔട്ടായി അവസാനം 2 പേര് ബാക്കി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ബിഗ് ബോസ് തീരുമാനിക്കുമെന്ന് ആദ്യം സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ അവസാനം വരുന്നത് അക്ബറും നൂറയുമാണ്. ഈ ഫൈനൽ 2 ആവുന്നതിന് മുൻപ് ആദില, നൂറ, അക്ബർ ആയിരുന്നു ബാക്കി വന്നിരുന്നത്. അപ്പൊ നൂറ ആദിലയോടൊപ്പം ഗ്രൂപ്പ് കൂടാതെ അക്ബറിന്റെ കൂടെ സൈഡ് ചേർന്ന് പുള്ളിക്കാരി ആദിലയെ ഔട്ടാക്കി. എല്ലാവരെയും ബിഗ് ബോസ് ലിവിംഗ് ഏരിയയിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് ബിഗ് ബോസിന് ട്വിസ്റ്റ് പറയുന്നത്, അതായത് ഇനി ബാക്കി വന്നിരിക്കുന്ന അക്ബറും നൂറയുമാണ്. അത് മറ്റുള്ള ടീം അംഗങ്ങൾക്ക് തീരുമാനിക്കാം ആർക്ക് ഈ 3.5 ലക്ഷം കൊടുക്കണമെന്നുള്ളത്. എല്ലാവരും വന്ന് നൂറയുടെ പേരാണ് പറയുന്നത്. കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദിലയ്ക്കും നൂറയ്ക്കും ഗ്രൂപ്പായിട്ട് അക്ബറിനെ എളുപ്പത്തിൽ ഔട്ടാക്കാമായിരുന്നു. പക്ഷേ അതിന് പകരം നൂറ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അക്ബറിനോടൊപ്പം ഒത്ത് ആദിലയാണ് ഔട്ടാക്കിയത്. അപ്പോൾ ആ ഒരു സത്യസന്ധതയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. പുള്ളിക്കാരി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കളിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ 3.5 ലക്ഷം ആദിലയ്ക്കും നൂറയ്ക്കും സ്വന്തമായി. മണി ബോക്സ് എടുത്ത് പുറത്തു പോകാൻ നിന്നിരുന്ന ആളാണ് ആദില. പക്ഷെ ആദില ഫുൾ ഹാപ്പിയിലാണ് കേട്ടോ. കാരണം മണി ബോക്സ് എടുക്കേണ്ടിയും വന്നിട്ടില്ല, ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. 3.5 ലക്ഷം അവരുടെ കയ്യിൽ ഭദ്രമായിട്ട് എത്തിയിരിക്കും. അക്ബർ നന്നായിട്ട് വിഷമായിട്ടുണ്ട് മനസ്സിനുള്ളിൽ, പുറമേ അതൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും. കാരണം കാശ് ആർക്കാണ് വേണ്ടാത്തത്? എല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത് കാശിനും കൂടി വേണ്ടിയിട്ടാണല്ലോ.